ഡിസ്പോസൽ ഓഫ് അസറ്റ് അക്കൗണ്ട്. ഒരു അസറ്റ് സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ഡിസ്കാർഡ് ചെയ്യുമ്പോഴാണ് അതിനെ ഡിസ്പോസൽ ഓഫ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഡിസ്പോസൽ രണ്ട് രീതിയിലായിട്ട് നടക്കാം. ഒന്ന്, അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് അവസാനിക്കുമ്പോൾ അതിന്റെ ലൈഫ് എൻഡ് ആവുന്ന സമയത്ത് അസറ്റിനെ ഡിസ്പോസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ലൈഫ് കഴിയുന്നതിന് മുന്നേ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും അസറ്റിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. യൂസ്ഫുൾ ലൈഫ് കഴിയണതിന് മുന്നേ നമ്മൾ എന്തിനായിരിക്കും അസറ്റിനെ ഡിസ്പോസ് ചെയ്യുന്നുണ്ടാവുക? ഒന്നില്ലെങ്കിൽ ഒബ്സോളസൻസ് കാരണം, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ആക്സിഡൻസോ കാരണമായിരിക്കും യൂസ്ഫുൾ ലൈഫ് കഴിയണ മുന്നേ നമ്മൾ അസറ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. ഇനി അസറ്റ് നമ്മൾ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോഴാണ് ഡിസ്പോസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരിക? ഒരു അസറ്റ് അതിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞ് സ്ക്രാപ്പ് ആയിട്ട് വിറ്റാൽ അതിൽ നിന്ന് ലഭിക്കുന്ന എമൗണ്ട് അസറ്റ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ബാലൻസ് എമൗണ്ട്, ബാക്കി എമൗണ്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അസറ്റ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അസറ്റ് ഉണ്ടായിരുന്നു, അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞു, നമ്മൾ അതിനെ വിറ്റു, ആ എമൗണ്ടിന് നമ്മൾ അസറ്റ് അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ആ കിട്ടിയ എമൗണ്ട് അസറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെ ആ അസറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോയാൽ ഓക്കെ. ഇൻ കേസ് ക്ലോസ് ചെയ്തില്ല, ബാലൻസിങ് എമൗണ്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു അസറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്ക്രാപ്പ് ആയിട്ട് വിറ്റാൽ നമുക്കൊരു എമൗണ്ട് കിട്ടൂലേ? അപ്പൊ അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട് പറഞ്ഞിട്ട് കിട്ടി. ഇനിയിപ്പോൾ വിറ്റിട്ടിപ്പോൾ വിൽക്കുന്ന സമയത്ത് അസറ്റിന്റെ വാല്യൂ 10,000 ആയിരുന്നു. അപ്പോൾ വിറ്റപ്പോൾ നമുക്ക് 12,000 റുപ്പീസ് കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 2,000 റുപ്പീസ് എന്താണ്, പ്രോഫിറ്റ് ആണ്. അപ്പൊ അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, ഇൻകം സൈഡിലേക്ക് നമ്മൾ മാറ്റും. അപ്പൊ അതിന് എങ്ങനെ എൻട്രി വരിക? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആ എക്സസ് കിട്ടിയ എമൗണ്ടിലെ അതിനെ മാത്രം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഇനിയിപ്പോൾ 10,000 ആയിരുന്നു നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നത്, പക്ഷെ അത് 8,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 7,000 രൂപയ്ക്ക് നമ്മൾ വിറ്റെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് ആ 3,000 പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. ഇനി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആ അസറ്റിനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ വരിക? ഒരു സ്ഥാപനത്തിന് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അസറ്റ് വിറ്റൊഴിക്കുന്നതിന് മുന്നേ, ആ അസറ്റ് വിൽക്കുന്നതിന് മുന്നേ ആ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ സമാഹരിച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ട് മുഴുവൻ നമ്മൾ അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെ എൻട്രി വരിക? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട് പറഞ്ഞിട്ട് വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ RS ലിമിറ്റഡ് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി 4 ലക്ഷം രൂപയ്ക്ക് ഒരു വെഹിക്കിൾ വാങ്ങിച്ചു. അത് 4 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ സാൽവേജ് വാല്യൂ 4,000 ആയിരിക്കും എന്നതാണ് കണക്കാക്കിയത്. ഓക്കെ, അപ്പോൾ 4 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഒരു വെഹിക്കിൾ വാങ്ങിച്ചു, 4 വർഷമാണ് അതിന്റെ യൂസ്ഫുൾ ലൈഫ്. 4 വർഷം കഴിഞ്ഞാൽ അതിന്റെ സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത് 40,000 റുപ്പീസ് ആണെന്ന് നമ്മൾ കണക്കാക്കി. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുമ്പോൾ വെഹിക്കിള് 4 വർഷം അവസാനിക്കുമ്പോൾ 4 വർഷം കഴിഞ്ഞപ്പോൾ അവസാനം ആ വെഹിക്കിൾ വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 50,000 റുപ്പീസ് ആണ് നമുക്ക് കിട്ടിയത്. 4 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു. ആ സമയത്ത് നമ്മൾ കണക്കാക്കിയത് എത്രയായിരുന്നു? 40,000 4 വർഷം കഴിഞ്ഞാൽ വിറ്റാൽ കിട്ടും. യൂസ്ഫുൾ ലൈഫ് ആയിട്ടുള്ള 4 വർഷം കഴിഞ്ഞാൽ 40,000 കിട്ടും പറഞ്ഞിട്ടായിരുന്നു കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എല്ലാം ചാർജ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ 4 വർഷം കഴിഞ്ഞിട്ട് ആ അസറ്റ് വിറ്റപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയത് എത്രയാണ്? 50,000 രൂപയാണ് കിട്ടിയത്, അല്ലെ? അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ അസറ്റ് വിറ്റ് കിട്ടിയ പൈസ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് വന്ന 50,000 പറഞ്ഞിട്ട് അസറ്റ് അക്കൗണ്ടിൽ കാണിച്ചാൽ അസറ്റ് അക്കൗണ്ടിൽ ഇപ്പൊ ബാലൻസിങ് ഫിഗർ ആയിട്ട് നിൽക്കുന്ന എത്രയായിരിക്കും? 40,000 ആയിരിക്കും, അല്ലെ? പക്ഷെ അത് വിറ്റപ്പോൾ നമുക്ക് എത്ര കിട്ടി? 50,000 കിട്ടി. അപ്പൊ അവിടെ ആ ഒരു 10,000 രൂപ എക്സസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പൊ ഇങ്ങനെ എൻട്രി വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു വെഹിക്കിൾ അക്കൗണ്ട് 10,000. നമുക്ക് ആദ്യം വിറ്റ് കിട്ടിയപ്പോൾ നമ്മൾ എന്തായിരുന്നു എൻട്രി പാസ് ചെയ്തത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 50,000 ടു വെഹിക്കിൾ അക്കൗണ്ട് 50,000. പ്രോഫിറ്റ് ഓൺ സെയിൽ 50,000 ആണ് കിട്ടിയത്. 40,000 നമ്മളുടെ ബുക്സ് പ്രകാരം ഉള്ളൂ. 10,000 നമ്മുടെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇനിയിപ്പോ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലോ വെഹിക്കിൾ അക്കൗണ്ട് ഒറിജിനൽ കോസ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ കാണിച്ചിട്ടുണ്ടാവുക, അല്ലെ? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, ഡിപ്രീസിയേഷൻ നമ്മൾ സമാഹരിച്ചു വെച്ചത് എവിടെയാണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലായിരിക്കും നമ്മൾ സമാഹരിച്ചു വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ 4ാമത്തെ വർഷം വെഹിക്കിൾ വിൽക്കുമ്പോൾ
എങ്ങനെയായിരിക്കും എൻട്രി വരിക? ആദ്യം ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്നുള്ളത് വന്നിട്ട് നമ്മുടെ വെഹിക്കിൾ അക്കൗണ്ടിലേക്ക് മാറ്റണം അല്ലെ. സപ്പോസ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ 3,60,000 രൂപ ഉണ്ടായിരുന്നു എന്ന് വയ്ക്കാം. 4 ലക്ഷമായിരുന്നു ഇതിന്റെ കോസ്റ്റ്. നമ്മൾ 4 വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ 3,60,000 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ വിൽക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും? നമ്മൾ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വെഹിക്കിൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ എങ്ങനെ എൻട്രി വരിക? Provision for depreciation account at 3,60,000 to vehicle account 3,60,000. ഇപ്പോൾ vehicle അക്കൗണ്ടിന്റെ ബാലൻസ് എത്ര ആയിട്ടുണ്ടാവും? 40,000 ആയിട്ടുണ്ടാവും ഈ ഒരു എൻട്രി പാസ് ചെയ്തപ്പോൾ. ഇനി നമ്മൾ വിറ്റിട്ട് നമുക്ക് എത്ര രൂപയാണ് കിട്ടിയത്? 50,000 രൂപ കിട്ടി. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 50,000 to vehicle account 50,000. അപ്പൊ 40,000 ആണ് വെഹിക്കിൾ അക്കൗണ്ടിന്റെ ബാലൻസ്. 50,000 നമുക്ക് കിട്ടി. എക്സസ് ആയിട്ടുള്ള 10,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 10,000 to vehicle account 10,000 പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു രണ്ട് മെത്തേഡും യൂസ് ചെയ്തിട്ട് അസറ്റ് ഡിസ്പോസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്യേണ്ടത്. അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. നമ്മളിപ്പോൾ അസറ്റ് വിറ്റപ്പോൾ നേരിട്ട് നമ്മുടെ അസറ്റ് അക്കൗണ്ടിലേക്കായിരുന്നു ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഈ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്? അതിൽ എങ്ങനെയാണ് എൻട്രീസ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കാനായിട്ട് പോകുന്നത്. അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഉപയോഗിച്ച് അസറ്റ് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് അസറ്റ് വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഒരു സ്ഥലത്ത് ക്രമമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്? അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഈ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ്, അതിൽ നിന്നുണ്ടായ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ, സെയിൽസ് പ്രൊസീഡ്സ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഓൺ ഡിസ്പോസൽ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിസ്പോസൽ എല്ലാം നമ്മൾ ഈ ഒരു അക്കൗണ്ടിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. നേരിട്ട് അസറ്റ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്നതിന് പകരം അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ അസറ്റ് വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് വിറ്റഴിക്കുന്ന അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ആദ്യം ഡെബിറ്റ് ചെയ്യണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് വിൽക്കുമ്പോൾ ലഭിച്ച തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഡിസ്പോസൽ അക്കൗണ്ടിൽ ശേഷിക്കുന്ന ബാലൻസ് എമൗണ്ട് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ലോസ് ആണെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെയാ വരിക? നമ്മളിപ്പോൾ ഒരു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒരു അസറ്റ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഏത് അസറ്റ് ആണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അസറ്റിനെ നമ്മൾ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതോടെ ആ അസറ്റ് അക്കൗണ്ട് അവിടെ ക്ലോസ് ആയി. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെയാ വരിക? അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. ഏത് അസറ്റ് ആണോ വിറ്റഴിക്കാൻ പോകുന്നത് ആ അസറ്റിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണോ അസറ്റ് അക്കൗണ്ടിലുള്ളത് അതിനെ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി. പിന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെയും അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന്റെ എൻട്രി എങ്ങനെയാ വരിക? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് ഡിസ്പോസൽ. പിന്നെ ഈ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടിയ എമൗണ്ട് നമ്മൾ അസറ്റ് അക്കൗണ്ടിലേക്ക് അല്ല മാറ്റുന്നത്, പകരം അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് വേണം ആ അസറ്റ് വിറ്റഴിക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതിന്റെ എൻട്രി എങ്ങനെയാ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. ഇനി അപ്പം വിറ്റപ്പോ നമുക്ക് പ്രോഫിറ്റിലാണ് നമ്മൾ വിറ്റതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാ എൻട്രി വരിക? അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനിയിപ്പോ ലോസിലാണ് വിറ്റതെന്നുണ്ടെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് ഡിസ്പോസൽ. ആ രീതിക്കാണ് എൻട്രീസ് വരിക. അപ്പൊ ഇങ്ങനെയാണ് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ അസറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ജേർണൽ എൻട്രീസും പ്രൊസീജിയേഴ്സും ഒക്കെ വരുന്നുള്ളത്. അതല്ല നേരിട്ട് നമ്മൾ അസറ്റ് അക്കൗണ്ടിലേക്ക് തന്നെയാണ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ എങ്ങനെയാണോ പറഞ്ഞാൽ ആ രീതിക്കായിരിക്കും അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എല്ലാം വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്തത് 1 lakh റുപ്പീസിനാണ്. അതിന്റെ ഡിപ്രീസിയേഷൻ ഇതുവരെ 60,000 റുപ്പീസ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് വിറ്റപ്പോൾ നമുക്ക് 35,000 രൂപയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിന്റെ ബുക്ക് വാല്യൂ വിൽക്കുന്ന സമയത്ത് അസറ്റിന്റെ ബുക്ക് വാല്യൂ പറയുന്നത് 40,000 ആണ്. ഈ 40,000 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ മെഷീനറി വാങ്ങിച്ചത് 1 lakh റുപ്പീസിനാണ്. അതിന്ന് 60,000 റുപ്പീസ് എന്താണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ട് പോയി. അപ്പൊ ബാക്കിയുള്ളത് എത്രയാണ്? 40K. 40K പറയുന്നത് 40,000 റുപ്പീസ് ആണ്. ഇപ്പൊ ആ ഒരു
മിഷനറിയുടെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ 40,000 വിലയുള്ള സാധനം നമ്മൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 35,000 രൂപയ്ക്കാണ് വിൽക്കുന്നത് അല്ലെ. 40,000 വിലയുള്ള ഒരു സാധനം നമ്മൾ 35,000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ നമുക്ക് എന്താണ് അവിടെ 5,000 രൂപയുടെ നഷ്ടമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ മിഷനറിയുടെ കോസ്റ്റ് എത്രയായിരുന്നു? 1 lakh. അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? 60,000 മിഷനറി അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ദെൻ വിറ്റ് കിട്ടിയത് 35,000 രൂപയാണ്. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ എത്ര വരും? ഒരു 5,000 രൂപയുടെ ഡിഫറൻസ് വരും. അതെന്താണ്? അതാണ് നമ്മുടെ ലോസ്. അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ ഇത്ര നേരം പഠിച്ചത് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ കറന്റ് അസറ്റ്സ്. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ് അല്ലെ. ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ഡിപ്രീസിയേഷൻ ഇസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. കറക്റ്റ് ആണ് അല്ലെ. നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് മൂലം നമ്മുടെ ഇന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ ഒന്നും ഉണ്ടാവുന്നില്ല. പകരം നമ്മൾ ആ വിയർ ആൻഡ് ടിയറിന് ഉള്ള എമൗണ്ട് കണക്കാക്കിയിട്ട് അസറ്റിന്റെ വാല്യൂ നമ്മൾ കുറച്ച് വരികയാണ്. അപ്പൊ അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. Name the two methods for providing depreciation. Depreciation provide ചെയ്യാനുള്ള രണ്ട് മെത്തേഡ് ഏതാണ്? ഒന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും പിന്നൊന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും. രണ്ട് മെത്തേഡ് ഏതാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ളത്? ഒന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും പിന്നൊന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡുമാണ് രണ്ട് മെത്തേഡ്. സ്റ്റേറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഇത് നമ്മൾ ഇനീഷ്യലി പറഞ്ഞതാണ്. ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. വൺ മെയിൻ ഡിഫറൻസ് പറയുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്സിലാണ് ചാർജ് ചെയ്യുക. അമോർട്ടൈസേഷൻ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിലാണ് ചാർജ് ചെയ്യുക. നമ്മൾ ഇത്ര നേരം പഠിച്ചത്, ഇതുവരെ നാം പഠിച്ചത് ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇനി അതിനോട് അടുത്തുകൂടി അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പ്രൊവിഷൻ ആൻഡ് റിസർവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. ഈ പ്രൊവിഷൻ ആണെങ്കിലും റിസർവ്സ് ആണെന്നുണ്ടെങ്കിലും ബിസിനസ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്ന ഒരു തുകയാണ് പ്രൊവിഷൻ അല്ലെങ്കിൽ റിസർവ്സ് എന്ന് പറയുന്നത്. പക്ഷെ അവയുടെ പർപ്പസ്, പ്രൊവിഷന്റെ പർപ്പസും റിസർവ്സിന്റെ പർപ്പസും വ്യത്യസ്തമാണ്. അപ്പൊ ആദ്യം നമുക്ക് പ്രൊവിഷൻ എന്താണെന്ന് നോക്കാം. പ്രൊവിഷൻ എന്നത് ഒരു നോൺ ലയബിലിറ്റി, അറിയാവുന്ന ബാധ്യത അല്ലെങ്കിൽ ലോസിനെ കണക്കാക്കിയ ഒരു തുകയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ചെലവായിട്ട് കുറയ്ക്കുകയും ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കറന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കുകയും ചെയ്യണം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 29 പ്രകാരം provision as a liability which can be measured only by using a substantial degree of estimation. അതായത് പ്രൊവിഷൻ എന്നത് നിശ്ചിതമായിട്ടുള്ള ഒരു തുകയല്ല, പക്ഷെ കണക്കാക്കാവുന്ന ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അതിനെ എസ്റ്റിമേറ്റഡ് ലയബിലിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഈസ് എ amount set aside out of the profit to cover the non-liability or loss, the amount of which cannot be determined accurately. അതായത് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബാധ്യത നമുക്ക് വരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വരും എന്ന് നമുക്ക് അറിയാം. അപ്പൊ അതിനു വേണ്ടി മാറ്റി വെക്കുന്ന ഒരു തുകയാണ്. അത് കറക്റ്റ് ആയിട്ട് ഇത്രയായിരിക്കും എമൗണ്ട്. ഇങ്ങനെ ഒരു ലോസ് വരുന്ന ഇന്ന് നമുക്ക് 10,000 രൂപ നഷ്ടം വരും അല്ലെങ്കിൽ 20,000 രൂപ നഷ്ടം വരും അല്ലെങ്കിൽ 1,00,000 രൂപ നഷ്ടം വരും പറഞ്ഞിട്ട് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു ഏകദേശം കണക്ക്, ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് മാത്രമേ നമുക്ക് കണക്കാക്കിയിട്ട് മാറ്റി വെക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രിയേറ്റിംഗ് പ്രൊവിഷൻസ്. പ്രൊവിഷൻസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നോൺ ലയബിലിറ്റീസ്, അറിയാവുന്ന ലയബിലിറ്റീസ് നേരിടാനായിട്ട്. ചില ബാധ്യതകൾ വർഷാവസാനത്തിൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. ഉദാഹരണം ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഇൻകം ടാക്സ് പേയബിൾ, വാറന്റി ക്ലെയിംസ് മുതലായവ. അപ്പോൾ അറിയാവുന്ന ലയബിലിറ്റീസ്, ഒരു ലയബിലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ എമൗണ്ട് കൃത്യമായിട്ട് എത്രയാണെന്ന് അറിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് മാറ്റി വെക്കും. അതിനാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ലോസ് അല്ലെങ്കിൽ എക്സ്പെൻസ് നേരിടാനായിട്ട്. ചില ചെലവുകൾ അടുത്ത വർഷം വരുമെന്ന് അറിയാം, പക്ഷെ തുക കൃത്യമായിട്ട് അറിയില്ല. അതിനാൽ ബിസിനസ് അതിന്റെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മാറ്റിവെക്കും. പിന്നെ അതേപോലെ ട്രൂ പ്രോഫിറ്റ് കണക്കാക്കാനായിട്ട് പ്രൊവിഷൻ ഉണ്ടാക്കുന്നത് മാച്ചിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. അഥവാ ചെലവുകൾ അതേ അക്കൗണ്ടിങ് പീരീഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അവ അതേ പീരീഡിലുള്ള വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ഫുൾഫിൽ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കൃത്യമായിട്ട്
പിക്ചറൈസ് ചെയ്ത് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവിഷൻ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ടു മീറ്റ് ദ ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസ്, ടു എൻഷുർ ദ പ്രോഫിറ്റ്, എൻഷുർ ദ ട്രൂ പ്രോഫിറ്റ് ഈസ് റിപ്പോർട്ട്, കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതെന്ന് കാണിക്കാനായിട്ട്, അതേപോലെ തന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്ത് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൊവിഷനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൊവിഷൻ നമുക്ക് ആദ്യം തന്നെ പറയാം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. നമ്മൾ പഠിച്ചു ഡിപ്രീസിയേഷൻ വന്നിട്ട് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നു അല്ലേ. അത് പ്രൊവിഷനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുന്ന ആ എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്ന ആ അക്കൗണ്ട്, അതാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പറയുന്നത്. അത് പ്രൊവിഷൻ അക്കൗണ്ടിലുള്ള ഒരു ഉദാഹരണമാണ്. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, അതായത് ചില കസ്റ്റമേഴ്സ് നമുക്ക് അമൗണ്ട് തരില്ല എന്ന് മറ്റും തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വെക്കും. അതിനെയാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സാധനം വിറ്റു, നമുക്ക് 10,000 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു, ആ എമൗണ്ട് കിട്ടും. അപ്പൊ നമ്മൾ അത് നമ്മുടെ റവന്യൂ ആയിട്ടാണ് കണക്കാക്കിയത്. പക്ഷെ അത് കുറെ കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ചെലവായിട്ട് കണക്കാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻ കേസ് ആ കസ്റ്റമർ തരില്ല എന്ന് മറ്റും നമുക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ തരില്ല എന്നുള്ളതിന്റെ സിംറ്റംസ് ഒക്കെ നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് പറഞ്ഞിട്ട് പ്രൊവിഷൻ ആയിട്ട് കാണിക്കും. പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ലയബിലിറ്റിക്കുള്ള എമൗണ്ട് എത്രയാണെന്ന് കണക്കാക്കിയിട്ട് അതിനുള്ള ഒരു എമൗണ്ട് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കാം. പിന്നെ പ്രൊവിഷൻ ഫോർ റിപ്പയർസ് ആൻഡ് റിന്യൂവൽസ്, ഈ വർഷത്തെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കാരണം അടുത്ത അക്കൗണ്ടിങ് പീരീഡിൽ മേജറായിട്ട് വല്ല ചെലവുകളും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നും റിപ്പയർസ് ആൻഡ് റിന്യൂവൽസിനെ പറഞ്ഞിട്ട് ഒരു എമൗണ്ട് നമ്മൾ മാറ്റിവെക്കും. അതിനെയാണ് പ്രൊവിഷൻ ഫോർ റിപ്പയർസ് ആൻഡ് റിന്യൂവൽ എന്ന് പറയുന്നത്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഏതെങ്കിലും ഒരു ഡെപ്റ്റേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താണ് ഒരു അറിയാവുന്ന ഒരു ലോസ് ആണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എമൗണ്ട് മാറ്റിവെക്കും. ഡെപ്റ്റേഴ്സിന് നൽകിയേക്കാവുന്ന ഡിസ്കൗണ്ട് കണക്കാക്കിയിട്ട് ഒരു എമൗണ്ട് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നതിനാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മേജർ ആയിട്ട് എന്തൊക്കെയാണ് പ്രൊവിഷന്റെ എക്സാമ്പിൾ വരുന്നത്? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇതെല്ലാം പ്രൊവിഷന്റെ ഓരോ എക്സാമ്പിളുകളാണ്. മീനിങ് ഓഫ് റിസർവ്സ്, നമ്മൾ പ്രൊവിഷൻ ഇപ്പൊ പഠിച്ചു അല്ലെ. എന്താണ് പ്രൊവിഷൻ എന്ന പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെലവായിട്ട് നമ്മൾ കാണിക്കും. അത് ബിസിനസ് ഇൻകത്തിൽ നിന്ന് കുറച്ചിട്ടാണ് കാണിക്കുക. പ്രൊവിഷൻ ഉണ്ടാക്കുന്നത് ഒരു ലീഗൽ നെസസിറ്റി അല്ല, പക്ഷെ അക്കൗണ്ടിങ് പ്രൊസീജിയർ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പ്രൊവിഷൻ ഉണ്ടാക്കാതെ വെച്ചാൽ പ്രോഫിറ്റ് ഫിഗർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കില്ല നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ആക്കുന്നത്. ഇനി അടുത്തത് റിസർവ്സ്. എന്താണ് റിസർവ്സ് എന്ന് പറഞ്ഞാൽ? റിസർവ്സ് എന്നത് പ്രോഫിറ്റ് അപ്രോപ്രിയേഷന്റെ ഒരു ഭാഗമാണ്. അഥവാ ലാഭത്തിൽ നിന്ന് ചില വിഹിതം ഭാവിയിലെ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്ന ഒരു എമൗണ്ടിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. ഇത് ലയബിലിറ്റി അല്ല, മറിച്ച് ബിസിനസ് സ്ഥാപനത്തിന്റെ റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ ഭാഗമാണ് റിസർവ് എന്ന് പറയുന്നത്. റിസർവ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഫ്യൂച്ചർ കണ്ടിൻജൻസീസ് എന്തെങ്കിലും നേരിടാനായിട്ട്, എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നീഡ്സോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ പ്ലാൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിസർവ് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് മാറ്റിവെക്കുന്നത്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പാക്കാനായിട്ട്, ഡിവിഡൻഡ് സ്ഥിരമായിട്ട് നൽകാനും ഈ പറഞ്ഞ പോലെ റിസർവ്സ് മാറ്റിവെക്കുന്നതിലൂടെ നമുക്ക് ഡിവിഡൻഡ് സ്ഥിരമായിട്ട് കൊടുക്കാനായിട്ടും സാധിക്കും. ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രിയേറ്റിംഗ് റിസർവ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് റിസർവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഒന്ന്, ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ, to provide fund for expansion, to meet the unforeseen losses, to distribute stable dividends. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ റിസർവ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ പ്രൊവിഷനും റിസർവ്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പഠിക്കാം.
പ്രൊവിഷനും റിസർവ്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. പ്രൊവിഷനും റിസർവ്സും രണ്ടും ബിസിനസ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണെന്നുണ്ടെങ്കിലും അവയുടെ നേച്ചർ, പർപ്പസ്, ട്രീറ്റ്മെന്റ് എന്നിവയിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാവുന്ന ലയബിലിറ്റി അല്ലെങ്കിൽ ലോസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു എമൗണ്ട് ആണ് പ്രൊവിഷൻ. റിസർവ് ആണെന്നുണ്ടെങ്കിലോ ഭാവിയിലെ ആവശ്യങ്ങൾക്കായിട്ട് ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന എമൗണ്ട് ആണ്. പ്രൊവിഷൻ നോൺ ലയബിലിറ്റീസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലോസസ് നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റിസർവ്സ് അൺനോൺ ഫ്യൂച്ചർ കണ്ടിജൻസീസ് നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. പ്രൊവിഷൻസ് ചെലവായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും, പക്ഷെ റിസർവ് പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. പ്രൊവിഷൻ ഇറ്റ് ഇസ് എ ലയബിലിറ്റി, പക്ഷെ റിസർവ്സ് ആണെന്നുണ്ടെങ്കിലോ ഇറ്റ് ഇസ് എ റിട്ടൈൻഡ് ഏർണിങ്സ്. പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ടാക്സ് ലോസ് പ്രകാരം അല്ലെങ്കിൽ AS പ്രകാരം ആവശ്യമായിട്ടുള്ളതാണ്. റിസർവ്സ് സ്വമേധയാ ബിസിനസ് മാറ്റിവെക്കുന്ന ഒരു എമൗണ്ട് ആണ്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ പ്രോഫിറ്റിലെ എമൗണ്ട് കുറയും. റിസർവ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ മാത്രമാണ്, പ്രോഫിറ്റ് ഫിഗറിനെ അത് ബാധിക്കുന്നില്ല. പ്രൊവിഷൻ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റീസിന്റെ അണ്ടറിലായിരിക്കും നമ്മൾ പ്രൊവിഷന്റെ എമൗണ്ട് കാണിക്കുന്നുണ്ടാവുക. റിസർവ് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഭാഗത്തിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. പ്രൊവിഷനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സ് എന്നിവയൊക്കെയാണ്. റിസർവ്സിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, ഇതൊക്കെയാണ് റിസർവ്സിനുള്ള എക്സാമ്പിൾ. പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, പക്ഷെ റിസർവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് ശേഷിക്കുന്ന ഭാഗമായിട്ടുള്ളതാണ് റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊവിഷനും റിസർവും തമ്മിലുള്ള വ്യത്യാസം ഇതിനകം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ടൈപ്സ് ഓഫ് റിസർവ്സ് നമ്മൾ പറഞ്ഞു, ജനറൽ റിസർവ് ഉണ്ട്, അതേപോലെ സ്പെസിഫിക് റിസർവ് ഉണ്ട്, സീക്രട്ട് റിസർവ് ഉണ്ട്. ജനറൽ റിസർവ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നതാണ്. പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണത്തിനെ പറഞ്ഞിട്ട് പ്രോഫിറ്റിൽ നിന്ന് ഒരു തുക മാറ്റിവെക്കുന്നതിനാണ് ജനറൽ റിസർവ് എന്ന് പറയുന്നത്. സ്പെസിഫിക് റിസർവ് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം, ഡിവിഡൻഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഡിബെഞ്ചർ റിഡംഷൻ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാറ്റിവെക്കുന്നതിനെയാണ് സ്പെസിഫിക് റിസർവ് എന്ന് പറയുന്നത്. സീക്രട്ട് റിസർവ് പറയുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യില്ല, പക്ഷെ ഒരു എമൗണ്ട് അതിനെ പറഞ്ഞിട്ട് മാറ്റി വെക്കാറുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ പറയാനായിട്ട് പ്രൊവിഷനും റിസർവും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്ന് പറയാനായിട്ട് രണ്ടും പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ അലോക്കേഷനിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. രണ്ടും പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിലും റിസർവ് ആണെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിലും റിസർവ്സ് ആണെങ്കിലും ഫ്യൂച്ചറിലുള്ള നീഡ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോസസ് നേരിടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിലും റിസർവ് ആണെന്നുണ്ടെങ്കിലും ലയബിലിറ്റി സൈഡ്, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ ഈ പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിലും റിസർവ്സ് ആണെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പറയാം. പ്രൊവിഷൻ ആൻഡ് റിസർവ്സ് ബിസിനസിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്കാണ് ഇത് വഹിക്കുന്നത്. ഇത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകുന്നു. പ്രോഫിറ്റും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സും കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതേപോലെ ഇത് മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ് പാലിക്കുന്നത്, അതായത് വരുമാനത്തോടുമായി ബന്ധപ്പെട്ട ചെലവുകൾ അതേ പീരീഡിൽ തന്നെ കാണിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്നുണ്ട്. ഭാവിയിൽ നഷ്ടങ്ങൾ നേരിടാനായിട്ട് ബിസിനസ്സിനെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്, ഈ പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിലും റിസർവ്സ് ആണെങ്കിലും. അതേപോലെ തന്നെ എക്സ്പാൻഷനും ഗ്രോത്തിനുമായിട്ട് റിസർവ്സ് ബിസിനസ് സ്വന്തമായി തന്നെ നിക്ഷേപങ്ങൾ നടത്താനായിട്ടും അതേപോലെ തന്നെ ധനസമാഹരണത്തിനും ഒക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പ്രൊവിഷനും റിസർവ്സും ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ജേർണൽ എൻട്രീസ് കൂടി നോക്കാം. പ്രൊവിഷന്റെയും അതേപോലെ തന്നെ റിസർവ്സിന്റെയും ജേർണൽ എൻട്രീസ് എങ്ങനെ വരും എന്നുള്ളത് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സീക്രട്ട് അല്ലെങ്കിൽ ഹിഡൻ റിസർവ്. ടൈപ്പ് ഓഫ് റിസർവിൽ ഒരു റിസർവ് ആണ് നമ്മൾ പഠിച്ചത്, എന്ത് ഹിഡൻ റിസർവ് അല്ലെങ്കിൽ സീക്രട്ട് റിസർവ് എന്ന് പറഞ്ഞത്. എന്താണ് ഈ സീക്രട്ട് റിസർവ് എന്ന് പറഞ്ഞാലായിട്ട്? അത് ചിലപ്പോൾ ചില സ്ഥാപനങ്ങൾ അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് പരസ്യമായി കാണിക്കാതിരിക്കാനായിട്ട് സീക്രട്ട് റിസർവ്സ് അല്ലെങ്കിൽ ഹിഡൻ റിസർവ്സ് രൂപീകരിക്കും. ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായിട്ട് കാണിക്കാറില്ല. സാധാരണയായിട്ട്
ഇത് ഇന്റൻഷനലി അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അതർ അസറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് വഴിയായിരിക്കും ഇവർ കാണിക്കുന്നുണ്ടാവുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ കൂടുതലായിട്ട് കാണിക്കുക, സ്റ്റോക്ക് വാല്യൂ കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് കൂടുതലായിട്ട് കാണിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഈ സീക്രട്ട് റിസർവ്സ് ഇവർ കാണിക്കാറുള്ളത്. സീക്രട്ട് റിസർവ്സ് ചിലപ്പോൾ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് കമ്പനി പോലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നിയമപരമായിട്ട് അംഗീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാൽ സാധാരണ ബിസിനസ്സുകൾക്ക് ഇത് ട്രാൻസ്പാരൻസി, അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിന്റെ ട്രാൻസ്പാരൻസിയെ ബാധിക്കുന്നത് കൊണ്ട് യൂഷ്വലി ഇത് റെക്കമെൻഡ് ചെയ്യാറ് ഇല്ല. ജേർണൽ എൻട്രീസ് ഫോർ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. എന്താണ് ജേർണൽ എൻട്രീസ്? പ്രൊവിഷനും റിസർവിനും എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് പറഞ്ഞാൽ നോക്കാം. പ്രൊവിഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ. അപ്പോൾ പ്രൊവിഷൻ എന്നുള്ളത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസ് ആയിട്ട് വരും. ആ പ്രൊവിഷൻ്റെ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ടും വരണം. ഇനി റിസർവ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റിസർവ്സ്. റിസർവ്സ് നമ്മൾ പറഞ്ഞ പോലെ ബാലൻസ് ഷീറ്റിൽ കറന്റ് ലയബിലിറ്റീസിന്റെ അണ്ടറിൽ വേണം വരാനായിട്ട്. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആയിട്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആയിട്ട് ഡെപ്റ്റേഴ്സിൽ നിന്ന് നമുക്കൊരു 5% മാറ്റി വെക്കണം പറഞ്ഞു വെക്കാം. അതായത് നമുക്ക് ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടാനുള്ള ഈ 50,000 5% കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കും, അത് ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കാനായിട്ട്. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെയാ വരിക? 50,000 5% പറയുമ്പോൾ 2,500. എൻട്രി എങ്ങനെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് 2,500 പറഞ്ഞിട്ടാണ് അതിന്റെ എൻട്രി വരുന്നുണ്ടാവുക. റിസർവ് ക്രിയേഷന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 1 lakh ആണ്. അതിൽ 10% ജനറൽ റിസർവിലേക്ക് മാറ്റാനായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെയാണ് വരിക? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ നമ്മൾ 10,000 മാത്രമാണ് മാറ്റുന്നത് റിസർവ് ആയിട്ട്. അപ്പൊ 10,000 ടു ജനറൽ റിസർവ് അക്കൗണ്ട് 10,000. ഇങ്ങനെയാണ് റിസർവ് ക്രിയേഷന്റെ എൻട്രി വരിക. ഇമ്പോർട്ടൻസ് ഓഫ് റിസർവ്സ് നമ്മൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇമ്പോർട്ടൻസ് ഓഫ് റിസർവ്സ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഇറ്റ് പ്രൊവൈഡ് ഇന്റേണൽ ഫിനാൻസ് ഫോർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് കമ്പനിയുടെ അകത്ത് തന്നെ ഒരു ഇന്റേണൽ ഫിനാൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഇൻ ഡിവിഡൻഡ് സ്ഥിരമായിട്ട് കൊടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വല്ല കണ്ടിൻജൻസിയും വരികയാണെന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു റിസർവ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ. അതേപോലെ തന്നെ ബിസിനസിന്റെ ക്രെഡിറ്റ് വർത്തിനെസ്സും അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് റിസർവ്സ് അമൗണ്ട് റിസർവ് ചെയ്ത് വെക്കുന്നതിലൂടെ അല്ലെങ്കിൽ റിസർവ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇതൊക്കെയാണ്. Provide internal finance for expansion, maintain stability in demand, meet unexpected contingencies, enhance creditworthiness of the business. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച ടേംസ് എന്തൊക്കെയാണ്? അമോർട്ടൈസേഷൻ എന്താണെന്ന് പഠിച്ചു, ഡിപ്ലഷൻ എന്താണെന്ന് പഠിച്ചു, പ്രൊവിഷൻ, റിസർവ്സ്, ജനറൽ റിസർവ്സ്, സ്പെസിഫിക് റിസർവ്സ്, സീക്രട്ട് റിസർവ്സ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ഓഫ് കോഴ്സ് ഡിപ്രീസിയേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം തന്നെ പഠിച്ചത് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു ലെസന്റെ ഒരു സമ്മറി നോക്കാം, എങ്ങനെയാണ് വരുന്നത്. സമ്മറി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം തന്നെ ഡിപ്രീസിയേഷൻ, ഫിക്സഡ് അസറ്റുകളുടെ വാല്യൂ സമയം കൊണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒബ്സർവൻസൻസ് കൊണ്ടോ ആ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്ലഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ്, അതായത് മൈൻസ്, ഓയിൽ മിൽസ് മുതലായവ അവ ഉപയോഗിക്കുന്നത് മൂലം അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് മൂലം അത് തീരുന്നു പോകുന്നതിനനുസരിച്ചിട്ട് എമൗണ്ട് നമ്മൾ കുറച്ച് കാണിക്കുന്നതിനെയാണ് ഡിപ്ലഷൻ എന്ന് പറയുന്നത്. അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പോലുള്ള പേറ്റൻസ്, ഗുഡ് വിൽ ഇവയുടെയൊക്കെ വാല്യൂ കുറയുന്നതിനെയാണ് അല്ലെങ്കിൽ ആ വാല്യൂ നമ്മൾ ഓരോ വർഷവും കുറച്ച് കാണിക്കുന്നതിനെയാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷന്റെ ആവശ്യകതകൾ എന്തൊക്കെ? നീഡ് ഫോർ ഡിപ്രീസിയേഷൻ എന്തായിരുന്നു? ട്രൂ പ്രോഫിറ്റ് കാണിക്കാനും അതേപോലെ തന്നെ റീപ്ലേസ്മെന്റ് ഫണ്ട് രൂപീകരിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്താണ് ഡിപ്രീസിയേഷൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ മെയിൻലി 2 മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. പിന്നെ നമ്മൾ പഠിച്ചത് പ്രൊവിഷൻ എന്താണെന്നാണ്.
നോൺ ലയബിലിറ്റി അല്ലെങ്കിൽ നോൺ ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എമൗണ്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊവിഷൻ എന്ന് പറയും. പിന്നെ പറഞ്ഞത് റിസർവ്സ് ആയിരുന്നു. ഫ്യൂച്ചർ കണ്ടിൻജൻസീസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആവശ്യങ്ങൾക്കായിട്ട് ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരു തുകയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റിസർവ്സ് എന്ന് പറഞ്ഞത്. ടൈപ്പ് ഓഫ് റിസർവ്സിൽ വരുന്നതാണ് ക്യാപിറ്റൽ റിസർവ്സ്, റവന്യൂ റിസർവ്, സീക്രട്ട് റിസർവ്സ് എന്നൊക്കെ. ക്യാപിറ്റൽ റിസർവ് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നുള്ള റിസർവ്, ഡിവിഡൻ നൽകാൻ അത് ഡിവിഡൻ നൽകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ റവന്യൂ റിസർവ് എന്ന് പറയുന്നത് റവന്യൂ പ്രോഫിറ്റിൽ നിന്നുള്ള ഡിവിഡൻ അല്ലെങ്കിൽ സ്പെസിഫിക് റിസർവ് പറയുന്നത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിസർവിനെയാണ് നമ്മൾ സ്പെസിഫിക് റിസർവ് എന്ന് പറഞ്ഞത്. സീക്രട്ട് റിസർവ് പറഞ്ഞത് ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ്സ് വഴി രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത റിസർവ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സീക്രട്ട് റിസർവ്സ് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പഠിച്ചത് പ്രൊവിഷനും റിസർവ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കിയത്. പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി നേച്ചർ ആണ്, റിസർവ്സ് എന്ന് പറയുന്നത് ഒരു റീറ്റെയിൻഡ് പ്രോഫിറ്റ് നേച്ചർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്.